സ്റ്റോൺ കോൾഡിന്റെ റെഫറൻസ് ഒക്കെ സിനിമയിലുണ്ടോ? എല്ലാത്തിൻ്റെ റെഫറൻസ് സിനിമയിലുണ്ട്. ആണോ? കാരണം WWE അല്ലേ ബേസ്. ആ മറ്റേ ഗ്ലാസിന്റെ ശബ്ദമൊക്കെ ഞങ്ങൾക്ക് ടീസറിൽ കാണുന്നുണ്ട്. അല്ല, പല ഫൈറ്റേഴ്സിന്റെ റെഫറൻസ് എടുത്തിട്ടുണ്ട് നമ്മൾ. ചുമ്മാ പറയുകയാണെങ്കിൽ മീൻ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ ഷോൺ മൈക്കിൾസ്, ജോൺ സീന, മിസ്റ്റീരിയോ, ബിഗ് ഷോയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. ചില മൂവ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ബേസിക്കലി ഡൈ ഹാർഡ് ഫാൻസിന് ഒരു ട്രിബ്യൂട്ടാണ്. പക്ഷെ WWE അറിയാത്തവര് അവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാല് നമ്മള് ടോട്ടലി ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് അയാളെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഷോൺ മൈക്കിൾസ് സ്റ്റൈലിൽ ഒരു ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൾക്ക് ഹോഗന്റെ സ്റ്റൈൽ പിടിക്കുന്നുണ്ട്, ചിലപ്പോൾ ട്രിപ്പിൾ എച്ചിന്റെ മറ്റേ ബ്രീസ് പിടിക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് പരിപാടി പിടിക്കുന്നില്ല. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പല ഫാൻസ് ഉണ്ടാവും. നമ്മൾ ട്രിപ്പിൾ എച്ചിന്റെ ഫാനായിരിക്കും, ജോൺസണിന്റെ ഫാനായിരിക്കും, അണ്ടർടേക്കറിന്റെ ഫാനായിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റൈൽ പരിപാടി പിടിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റൈൽ നമുക്ക് വരും. അപ്പം അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു അവയിൽപരമാണ് പിടിച്ചേക്കുന്നത്. ശരിക്കും WWE അന്ന് കാണുമായിരുന്നു. അന്ന് കാണുമായിരുന്നു. മറ്റേ കാർഡ്സ് ഒക്കെ കളിക്കായിരുന്നല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടം ബറ്റിസ്റ്റനെ കിട്ടണം, ഏറ്റവും വലിയ